മുൻപോട്ട് കടന്നു വന്ന് 45-ാം സങ്കീർത്തനം വായിക്കുന്ന സമയത്ത് ദയവായി എല്ലാവർക്കും ദൈവസന്നിധിയിൽ എഴുന്നേൽക്കുന്നുണ്ടാകും. എന്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു, എന്റെ ഹൃദയ രാജാവിന് വേണ്ടിയുള്ളത് എന്ന് ഞാൻ പറയുന്നു. എന്റെ നാവ് സമർത്ഥനായ ലേഖന്റെ എഴുത്തുപോലാകുന്നു. നീ മനുഷ്യപുത്രന്മാരിൽ അതിസുന്ദരൻ, ലാവണ്യം നിന്റെ അതിരങ്ങളിൽ മേൽ പകർന്നിരിക്കുന്നു. അതുകൊണ്ട് ദൈവം നിന്നെ എന്നേക്കും അനുഗ്രഹിച്ചിരിക്കുന്നു. വീരനായ യഹോവേ, നിന്റെ വാളരയ്ക്ക് കെട്ടുക, നിന്റെ തേജസ്സും നിന്റെ മഹിമയും തന്നെ. സത്യവും സൗമ്യതയും നീതിയും പാലിക്കേണ്ടതിന് നീ മഹിമയോടെ കൃതാർത്ഥനായി വാഹനമേറി എഴുന്നള്ളുക. നിന്റെ വലം കൈ ഭയങ്കര കാര്യങ്ങളെ നിനക്ക് ഉപദേശിച്ച് തരുമാറാകട്ടെ. നിന്റെ അസ്ത്രങ്ങൾ മൂർച്ചയുള്ളവയാകുന്നു, ജാതികൾ നിന്റെ കീഴിൽ വീഴുന്നു. രാജാവിന്റെ ശത്രുക്കളുടെ നെഞ്ചസഭ തറയ്ക്കുന്നു. ദൈവമേ, നിന്റെ സിംഹാസനം എന്നേക്കുമുള്ളതാകുന്നു. നിന്റെ രാജ്യത്തിന്റെ ചെങ്കോൽ നീതിയുള്ള ചെങ്കോലാകുന്നു. നീ നീതിയെ ഇഷ്ടപ്പെട്ട് ദുഷ്ടതയെ ദ്വേഷിക്കുന്നു. അതുകൊണ്ട് നിന്റെ ദൈവം തന്നെ നിന്റെ കൂട്ടുകാരിൽ ഫലമായി നിന്നെ ആനന്ദം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു. നിന്റെ വസ്ത്രമെല്ലാം മോറും ചന്ദനവും ലവംഗവും കൊണ്ട് സുഗന്ധമായിരിക്കുന്നു. ദന്തമന്ദിരങ്ങളിൽ നിന്ന് കമ്പിനാഗം നിന്നെ സന്തോഷിപ്പിക്കുന്നു. നിന്റെ സ്ത്രീരത്നങ്ങളുടെ കൂട്ടത്തിൽ രാജകുമാരികളുണ്ട്. നിന്റെ വലത്ത് ഭാഗത്ത് രാജ്ഞി ഓഫീർ സംഘം അണിഞ്ഞു നിൽക്കുന്നു. അല്ലയോ കുമാരി, കേൾക്കാൻ നോക്കുക, ചെവിചായിക്കാം. സ്വജനത്തെയും നിന്റെ പുത്രഭവനത്തെയും മറക്കാം. അപ്പോൾ രാജാവ് നിന്റെ സൗന്ദര്യത്തെ ആഗ്രഹിക്കും. അവൻ നിന്റെ നാഥനല്ലോ, നീ അവനെ നമസ്കരിച്ചു കൊള്ളുക. സോർ നിവാസികൾ ജനത്തിലെ ധനവാന്മാർ തന്നെ കാഴ്ചവെച്ച് നിന്റെ മുഖപ്രസാദം തേടും. അന്തപുരത്തിലെ രാജകുമാരി ശോഭ പരിപൂർണയാകും. അവളുടെ വസ്ത്രം പൊൻകസ കൊണ്ടുള്ളത്. അവളെ ചിത്രത്തേലുള്ള വസ്ത്രം ധരിപ്പിച്ച് രാജസന്നതിയിൽ കൊണ്ടുവരും. അവളുടെ തോഴിമാരായി കൂടെ നടക്കുന്ന കന്യകമാരെയും നിന്റെ അടുക്കൽ കൊണ്ടുവരും. സന്തോഷത്തോടും ഉല്ലാസത്തോടും കൂടെ അവരെ കൊണ്ടുവരും. അവർ രാജമന്ദിരത്തിൽ പ്രവേശിക്കും. നിന്റെ പുത്രന്മാർ നിന്റെ പിതാക്കന്മാർക്ക് പകരമിരിക്കും. സർവഭൂമിയിലും നീ അവരെ പ്രഭുക്കന്മാരാക്കും. ഞാൻ നിന്റെ നാമത്തെ എല്ലാ തലമുറകളിലും ഓർക്കുമാറാക്കും. അതുകൊണ്ട് ജാതികൾ എന്നേക്കും നിനക്ക് സ്തോത്രം ചെയ്യും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ആ നിൽക്കുന്ന നിൽപ്പിക്കുന്നത് കൊണ്ട് തന്നെ എല്ലാ ദൈവമക്കളും ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്ത്
ഒരുമിച്ച് പ്രാർത്ഥിച്ചാണ്. എല്ലാ ദൈവങ്ങളും പ്രാർത്ഥിക്കുന്ന സമയത്ത് കർത്താവിന്റെ ദാസന്മാരാകുന്ന പാസ്റ്റർ സിബി മാത്യു, പാസ്റ്റർ ജേക്കബ് സാമുവൽ എന്നീ ദൈവത്തിന്മാർ പ്രാർത്ഥിക്കും. നമുക്കെല്ലാം ഒരുമിച്ച് ദൈവസ്ഥനിൽ പ്രാർത്ഥിക്കാം. എല്ലാവരും അല്പനേരം സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പകലിനായി ഞങ്ങൾ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇരുഭാഗത്തുമുള്ള പ്രിയപ്പെട്ടവർ തക്ക സമയത്ത് യാത്ര ചെയ്ത് ഈ ഓഡിറ്റോറിയത്തിൽ കടന്നു വരുവാൻ, അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ അവരുടെ വിവാഹ നിശ്ചയം നടക്കുവാൻ സ്വർഗം കൃപ ചെയ്തു. തുടർന്ന് നടക്കുന്ന ആ വിവാഹ ശുശ്രൂഷയിൽ ദൈവത്തിന്റെ വലിയ സാന്നിധ്യം ഞങ്ങളുടെ നടുവിലുള്ളത് കൊണ്ട് സ്തോത്രം. ആ ശുശ്രൂഷയ്ക്ക് വേണ്ടി കടന്നു വന്നിരിക്കുന്ന ദൈവദാസന്മാരെ ശക്തിയോടെ അഭിഷേകത്തോടെ ഞങ്ങളുടെ നടുവിൽ നിർത്തി എല്ലാ ശുശ്രൂഷകളും കർത്താവിൽ നന്മയാക്കി ചെയ്യുവാൻ സ്വർഗം സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവരെയും ഏൽപ്പിക്കുന്നു. മഹത്വത്തിനായി സകലതും നന്നായി ചെയ്യണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗപിതാവേ, അനുഗ്രഹമേറിയ നല്ല നിമിഷത്തിനായി ഞങ്ങളെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഈ പകൽ വേളയിൽ ഞങ്ങൾക്ക് നവീകരണ പ്രദേശത്തു നിന്നും സമാധാനത്തോടെ കർത്താവെ ഇവിടെ കടന്നു വരുവാൻ തക്കവണ്ണം സർവശക്തനായ ദൈവം ഞങ്ങൾ നൽകി തന്ന എല്ലാ നല്ല സാവകാശങ്ങൾക്കായിട്ട് നന്ദിയുള്ള ഹൃദയത്തോട് ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്ന കർത്താവെ, വിവാഹ ശുശ്രൂഷയും അനുഗ്രഹമായി നടത്തപ്പെടുവാൻ കർത്താവ് സഹായിച്ചതോർത്ത് സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഇന്ന് പകൽക്കാലം നടക്കുന്ന വിവാഹ ശുശ്രൂഷ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കും. ഇത്രത്തോളം ഞങ്ങളെ സഹായിച്ച ദൈവത്തിന്റെ എല്ലാ കരുതലിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ആലോചന വലിയവനും പ്രവൃത്തി ശക്തനുമായ ഞങ്ങളുടെ ദൈവത്തിന്റെ സാന്നിധ്യത്തിനായിട്ട് ഞങ്ങൾ അവിടുത്തെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യുന്ന കർത്താവെ, മനുഷ്യനായിരിക്കുന്ന നന്നല്ല ഞാനത് തക്കതായ തുണി ഒരുക്കി കൊടുക്കുമെന്ന് പറഞ്ഞ കർത്താവെ, ഞങ്ങളുടെ പ്രിയാനിഷ്ണുകൾക്കും ഞങ്ങളുടെ ബിജോയ്ക്കും കർത്താവെ ഹാലിൽ അവർക്ക് ഇന്ന് പകൽക്കാലം പരസ്പര ഉപേസം വിവാഹ ജീവിതം പ്രവേശിപ്പാൻ തക്കവണ്ണം ദൈവമായ കർത്താവ് കാണിച്ച എല്ലാ കരുണയ്ക്കുമായിട്ട് ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാല ശുശ്രൂഷ എല്ലാ ദൈവദാസന്മാർക്കായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലത്തെ ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹപ്രദമായി തീരുവാൻ സർവശക്തനായ ദൈവം സഹായിക്കണമേ. കടന്നു ഞങ്ങൾ ഓരോരുത്തരുടെ ജീവിതത്തിലെ അനുഗ്രഹമെന്ന് പറയുവാൻ തക്കവണ്ണം കർത്താവ് സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. എല്ലാത്തിനും ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപതോന്നി കേൾക്കണമേ പിതാവേ. ആമേൻ. കർത്താവിന്റെ പ്രാർത്ഥനയുടേതിനാൽ കടകളിലേക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. വധൂവരന്മാർ ഒഴികെ ബാക്കി എല്ലാവർക്കും ദയവായി ഇരിക്കാമല്ലോ. കർത്താവിന്റെ തന്നെ നാമത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. വിവാഹ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായി സ്തോത്രം വിവാഹ നിശ്ചയ പരസ്യത്തിലെ പള്ളിപ്പുറത്തുകാരൻ വീട്ടിൽ മിസ്റ്റർ ബി ഒ പോളിന്റെയും മിസസ് ആനി പോളിന്റെയും മകൻ പെന്തക്കോസ്റ്റ് ചർച്ച് ഓഫ് ഗോഡ് റിവൈവൽ സെന്റർ എറണാകുളം സഭാംഗമായ ബിജോ പി തോമസും ആലപ്പുഴ ജില്ലയിൽ കാർത്തികപ്പള്ളി താലൂക്കിൽ പത്തിയൂർ വില്ലേജിൽ പരേതനായ മിസ്റ്റർ എം ടി രാജുവിൻ്റെയും മിസസ് സാലി രാജുവിൻ്റെയും മകൾ നിഷ ഇറവങ്കര IPC പെരിയെ സഭാംഗമായ നിഷ രാജുവും തമ്മിലുള്ള വിശുദ്ധ വിവാഹം തുടർന്ന് നടത്തുവാൻ കർത്താവിൽ ആശ്രയിക്കുന്നു. ഇവർ തമ്മിലുള്ള വിശുദ്ധ വിവാഹ ഉടമ്പടിയിലൂടെ അവർ ഒന്നായി തീരുന്നതിന് തടസ്സമായി വിശുദ്ധ ബൈബിളിന്റെ പ്രമാണപ്രകാരമോ ഇന്ത്യൻ ഭരണഘടനയുടെ വ്യവസ്ഥയ്ക്ക് അനുസരിച്ചോ എന്തെങ്കിലും തടസ്സമായ കാര്യങ്ങൾ ഉന്നയിക്കുവാൻ ഉണ്ടെങ്കിൽ കാര്യകാരണസഹിതം ഇപ്പോൾ ഉന്നയിക്കാവുന്നതാണ്. ഇല്ല എങ്കിൽ ഇപ്പോഴെന്ന പോലെ തുടർന്നും ഈ വിഷയത്തിൽ മൗനമായിരിക്കുകയും അവരുടെ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണം എന്ന് ദൈവനാമത്തിൽ ദൈവസന്നിധിയിൽ ഓർപ്പിക്കുന്നു. നിങ്ങളുടെ മൗനം തുടർന്നുള്ള ആ ശുശ്രൂഷകൾക്ക് സമ്മതമായി പരിഗണിച്ചുകൊണ്ട് തുടർന്ന് ദൈവവചന ശുശ്രൂഷയിലേക്കും തുടർന്നുള്ള വിവാഹ ശുശ്രൂഷയിലേക്കും കർത്താവിൽ ആശ്രയിച്ച് പ്രവേശിപ്പാനായിട്ട് താല്പര്യപ്പെടുന്നു. തുടർന്ന് പ്രാരംഭമായി ദൈവവചന ശുശ്രൂഷിക്കുന്നത് റവറൻ ഡോക്ടർ KM മാത്യു അവറുകളാണ്. ആ ദൈവഭൃത്യൻ ദൈവവചനത്തിന് ശുശ്രൂഷിക്കുന്നതിന് മുമ്പേ കൊയർ ഇപ്പോൾ ഒരു ഗാനം ആലപിക്കും.
ഞാനും കുടുംബവും എന്തുള്ളൂ മകൻ ഞങ്ങളോ ഇത്രത്തോളമേ ആഴമായി സ്നേഹിപ്പാൻ ഞാനും കുടുംബവും എന്തുള്ളൂ ഇത്ര ശ്രേഷ്ഠമായതെല്ലാം തന്നിടുവാൻ എന്തുള്ളൂ യോഗ്യത മുൻപിൽ ഞാനും കുടുംബവും എന്തുള്ളൂ ഇത്രത്തോളം എന്നെ കാത്തു സൂക്ഷിക്കുവാൻ എന്തുള്ളൂ യോഗ്യത മുൻപിൽ ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നിടുവാൻ. നമ്മൾ വിചാരിച്ചതിലും ശുശ്രൂഷകൾ ആരംഭിച്ചത് അല്പം താമസിച്ചാണെങ്കിലും അനുഗ്രഹമായി ആരംഭിക്കാൻ ദൈവം കൃപ ചെയ്തോർത്ത് നമ്മയോട് ദൈവത്തെ വാഴ്ത്തുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ആമുഖമായി ഒന്നും തന്നെ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. പ്രിയ ബിജു ഞങ്ങളുടെ ചർച്ചിലെ സജീവ മെമ്പറാണ്. തൻ്റെ ഭവനം ഞങ്ങളുടെ സഭയുടെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബമാണ്. ആ കുടുംബത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ബിജോയുടെ ഫാമിലിയിലുള്ള പ്രിയപ്പെട്ടവർ ഇവിടെ ഉണ്ട്. തുടർന്നുള്ള വചനസൃഷ്ടിയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഒരു മിനിറ്റ് പ്രിയ കുടുംബത്തെ ഒന്ന് പരിചയപ്പെടുത്തുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ബിജോയുടെ ഡാഡി മിസ്റ്റർ പോൾ പിയോ അവരത് റിട്ടയർഡ് സീനിയർ സെക്ഷൻ എഞ്ചിനീയർ സദേൺ റെയിൽവേ നിന്ന് റിട്ടയർഡായിട്ട് ഇപ്പോൾ മലേഷ്യൻ റെയിൽവേയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. പ്രിയ പിതാവിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇവിടെ ഉണ്ട്, ഒരു നിമിത്തെ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. അതുപോലെ തന്നെ വിജയുടെ മാതാവ് ആനി പോൾ, ഇവർക്ക് വളരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീയ ദർശനമുള്ള വളരെ പ്രാർത്ഥിക്കുന്ന ഒരു മാതാവാണ്. മാതാവിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതുപോലെ വിജയുടെ ജ്യേഷ്ഠൻ ബിനു പോൾ, അദ്ദേഹം കുടുംബമായിട്ട് എവിടെയുണ്ട്, തന്നെ കുവൈറ്റിൽ ഒരു ഓയിൽ കമ്പനിയിൽ അക്കൗണ്ടൻ്റായിട്ട് ജോലി ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ വൈഫ് ലീനു കുവൈറ്റിൽ നേഴ്സായിട്ട് ജോലി ചെയ്ത് 2 കുഞ്ഞുങ്ങൾ. ബിജോയും ഇപ്പോൾ കുവൈറ്റിലെ ഒരു ഓയിൽ കമ്പനിയിൽ അക്കൗണ്ടൻ്റായിട്ട് ജോലി ചെയ്യുന്നു. അപ്പോൾ തന്നെ താൻ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ചിത്രകാരനും കൂടാണ്. അനുഗ്രഹിക്കപ്പെട്ട ആത്മീയ താലന്തുകളുള്ള ദൈവദാസന്മാരുടെ പ്രസംഗങ്ങളൊക്കെ ചിത്രങ്ങളാക്കി മാറ്റുവാൻ കഴിവുള്ള അനുഗ്രഹിക്കപ്പെട്ട ഒരു സഹോദരനാണ്. പ്രിയനിഷ നേഴ്സായി സൗദിയിൽ ജോലി ചെയ്യുന്നു എന്നറിയുന്ന ഈ കുടുംബങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ദൈവമായ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുകയും ആസ്വദിക്കുകയും ചെയ്യട്ടെ. വധുവിൻ്റെ ഭാഗത്തുനിന്ന് ദൈവത്തെ സൃഷ്ടിക്കാനുള്ള റവറൻഡ് ഡോക്ടർ ജോൺ കെ മാത്യു പ്രിയാച്ചായൻ എനിക്ക് വളരെ പരിചയമുണ്ട്. എൻ്റെ മാതൃകയിൽ വന്നിട്ടുണ്ട്. കർത്താവ് വളരെ പ്രയോജനപ്പെടുത്തുന്ന പ്രിയാച്ചായനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. തുടർന്നുള്ള സമയത്ത് ദൈവകൃത്യം പ്രാരംഭമായി ദൈവജനത്തിൽ നിന്ന് ശുശ്രൂഷിക്കും. ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ഞാൻ ദിവസത്തെ കാണിക്കും. അനുഗ്രഹീതമായ നല്ല പകൽക്കാലത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഈ മനോഹരമായ പകൽക്കാലം ഇത്രയും അനുഗ്രഹീതമായ ഒരു ശുശ്രൂഷയിൽ നമുക്ക് ഒരുമിച്ചായിരിക്കാൻ കർത്താവ് നൽകി തന്ന നല്ല സാവകാശത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. സന്നിഹിതരായിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ഇന്ന് പകൽക്കാലത്തെ നമ്മളുടെ ഈ വിവാഹ ശുശ്രൂഷയോടുള്ള ബന്ധത്തിലുള്ള ഈ മീറ്റിംഗിന്റെ അധ്യക്ഷനായിരിക്കുന്ന ബഹുമാന്യനായ ദൈവദാസൻ പാസ്റ്റർ ഷാജി വി സാമുവൽ,
അദ്ദേഹത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ഈ വിവാഹം ആശീർവദിക്കുന്നതിന് വേണ്ടി കടന്നു വന്നിരിക്കുന്ന അനുഗ്രഹീതനായ ദൈവദാസൻ ഫാസ്റ്റർ എം എ തോമസ്, ഞങ്ങൾ തമ്മിൽ കഴിഞ്ഞ 1/4 നൂറ്റാണ്ടിലുപരിയായി വിവിധ നിലകളിൽ ബന്ധപ്പെടുവാനും ഒരുമിച്ച് ശുശ്രൂഷിപ്പാനുമൊക്കെ അവസരം ലഭ്യമായിട്ടുള്ള അനുഗ്രഹീതനായ ദൈവദാസനാണ്. അദ്ദേഹത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. അതുപോലെ തന്നെ ദൈവവചന ശുശ്രൂഷയ്ക്കായി കടന്നു വന്നിരിക്കുന്ന റവറൻഡ് ഡോക്ടർ ടി.എം. ജോസ് അനുഗ്രഹീതനായ ഒരു ദൈവഭൃത്യനാണ്. അദ്ദേഹവും ഞാനും തമ്മിലും ദീർഘമായ കാലഘട്ടത്തെ ആത്മീക ബന്ധമുണ്ടാക്കുവാൻ കർത്താവ് അവസരം നൽകി തന്നു. ഇന്ന് പകൽക്കാലം പ്രിയപ്പെട്ടവരോട് ഒരുമിച്ചായിരിക്കുമ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ആ ദൈവദാസനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഇറവങ്കര ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ ശുശ്രൂഷൻ പാസ്റ്റർ ജേക്കബ് സാമുവൽ, അദ്ദേഹത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നിയുക്ത വധുവിന്റെ അമ്മാച്ചൻ ഡൽഹിയിൽ ശുശ്രൂഷിക്കുന്ന കർത്തൃദാസനാണ് പാസ്റ്റർ സി.എം. ജോയ്. അങ്ങനെ അനുഗ്രഹീതരായ ഈ വേദിയിലായിരിക്കുന്ന ഉപവിഷ്ടരായിരിക്കുന്ന എല്ലാ ശ്രേഷ്ഠന്മാരായ ദൈവ ഭൃത്യന്മാർക്കും നാം എല്ലാവരും ഇന്നിവിടെ കൂടി വരുവാൻ കാരണമായി തീർന്ന നിയുക്ത ദമ്പതികൾ ഇരുവർക്കും, മനോഹരമായ ഗാനങ്ങൾ ആലപിക്കുന്ന ഗായക സംഘത്തിനും സന്നിഹിതരായിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ ഒരു പ്രാവശ്യം കൂടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട പ്രിയപ്പെട്ട നിഷയെ ഓർത്ത്, അവളുടെ കുടുംബാംഗങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയിലെ മാവേലിക്കര വെസ്റ്റ് ഡിസ്ട്രിക്റ്റിൽപ്പെട്ട ഇറവങ്കര സഭയോടുള്ള ബന്ധത്തിൽ കർത്താവിനെ ആരാധിച്ചു വരുന്ന വാത്സല്യ പെൺകുട്ടി, അവളുടെ കുടുംബാംഗങ്ങൾ വളരെയേറെ ദൈവസന്നിധിയിൽ അനുഗ്രഹിക്കപ്പെട്ടവരും സമർപ്പണം ഉള്ളവരുമാണ്. ആ പ്രിയപ്പെട്ടവരുടെ അവരെ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ പകൽക്കാലം അതുപോലെ തന്നെ ധന്യമായ അനുഗ്രഹീതമായ ആത്മീക പൈതൃകവും പാരമ്പര്യവുമുള്ള ഒരു വധുവിനെയും കർത്താവ് അവൾക്ക് വേണ്ടി കണ്ടെത്തി. ഇന്ന് അവർ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നിങ്ങളെല്ലാവരും വളരെയേറെ സന്തോഷ ചിത്തരാണ് എന്നെനിക്കറിയാം. ഞാനും നിങ്ങളോടൊപ്പം ആ സന്തോഷത്തിൽ പങ്കാളിയാകുന്നു. കർത്താവ് അവരെ തുടർന്ന് ധാരാളമായി അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനുമായ സ്വർഗത്തിലും ഭൂമിയിലും സകല കുടുംബങ്ങൾക്കും പേർ വരുവാൻ കാരണക്കാരനായി തീർന്ന നസ്രായനായ യേശു ഇന്ന് പകൽക്കാലം നമ്മുടെ മധ്യത്തിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ഓർക്കുക, 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ നടുവിലുണ്ട് എന്ന് അരുളി ചെയ്ത കർത്താവിന്റെ സാന്നിധ്യം എത്ര പേരിന്ന് പകൽക്കാലം അത് വിശ്വസിക്കുന്നുണ്ട്? ആ കരങ്ങൾ ദൈവസന്നിധിയിൽ ഉയരട്ടെ. നമ്മുടെ കർത്താവിന് സ്തുതിസ്തോത്രങ്ങൾ അർപ്പിക്കാം. അവനെ ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുവാൻ നമുക്ക് ലഭ്യമാകുന്ന എല്ലാ അവസരങ്ങളും ഭംഗിയായി ഉപയോഗിക്കുവാൻ കർത്താവ് നമുക്ക് കൃപയും കരുത്തും നൽകട്ടെ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം അനുഗ്രഹീതനായ ദൈവദാസൻ അവരെ തമ്മിൽ യോജിപ്പിക്കുന്നു. തീർച്ചയായും അത് ആവശ്യമാണ്. എന്നാൽ ഏദൻ പൂങ്കാവനത്തിൽ ആദം ഹവ്വമാരെ യോജിപ്പിച്ച അദൃശ്യനായ ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് പകൽക്കാലം ഇവിടെ ഇറങ്ങി വന്ന് അവരെ സംയോജിപ്പിക്കുന്നതോർത്ത് ആ വലിയ സാന്നിധ്യത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. പെന്തക്കോസ്തുകാരായ പാസ്റ്റർമാരെ കുറിച്ച് വ്യാപകമായ ഒരു പരാതിയുള്ളത് ഞങ്ങളുടെ ഇടയിൽ തീർത്താലും തീരാത്ത പ്രസംഗങ്ങളെ കുറിച്ചാണ്. പൊതുജനങ്ങളോട് ഇടപെടുന്നത് കൊണ്ട് പലപ്പോഴും ആ വിമർശനങ്ങൾ ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ഈയോ പെന്തക്കോസ്തുകാരുടെ ഒരു കാര്യത്തിനും പോകരുത്, മരണമായാലും വിവാഹമായാലും ഏതായാലും ഒരു ഉപദേശി ഇരിക്കും, അടുത്ത ഉപദേശി എഴുന്നേൽക്കും, ആ ഉപദേശി ഇരിക്കും, അടുത്ത ഉപദേശി എഴുന്നേൽക്കും, ഒരിക്കലും തീരത്തില്ല എന്നുള്ള ഒരു ആവലാതിയും പരാതിയും ഞങ്ങളെ കുറിച്ചുണ്ട്. അത് സത്യവുമാണ്. എന്നാൽ ഇന്ന് നിങ്ങൾ അത് വിശ്വസിക്കേണ്ട കാര്യമില്ല. ഇന്ന് തികച്ചും വ്യത്യസ്തമായി ഞങ്ങൾ വളരെ കൃത്യനിഷ്ഠയോടുകൂടെ ഇത് അവസാനിപ്പിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ആശ്വാസമുള്ളവരായി, പ്രത്യാശയുള്ളവരായി, സന്തോഷത്തോടെ ദൈവസന്നിധിയിലായിരിക്കാൻ ഞാൻ നിങ്ങളോട് വിനയത്തോടുകൂടി അപേക്ഷിക്കുന്നു. കർത്താവ് നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യട്ടെ. നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടം വളരെയേറെ വ്യത്യാസങ്ങളുള്ള അതിദ്രുത ഗതിയിൽ വ്യതിയാനം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന
ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമുക്കറിയാം, ഞാൻ ജനിച്ചു വളർന്നത് എൻ്റെ അപ്പനും അമ്മയ്ക്കും ഞങ്ങൾ 6 മക്കളായിരുന്നു. അങ്ങനെ 6 മക്കളുള്ള ആ കുടുംബം, എൻ്റെ അപ്പനമ്മ 8 പേര്, എൻ്റെ അപ്പൻ്റെ അമ്മയും അപ്പനും, അങ്ങനെ 10 പേരുള്ള ഒരു കുടുംബമായിട്ടാണ് ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ വളർന്നു വന്നത്. അങ്ങനെ അടിച്ചും കളിച്ചും ഇണങ്ങിയും പിണങ്ങിയും കുടുംബം എന്താണ്, സമൂഹം എന്താണ്, ജീവിതം എന്താണ് എന്നൊക്കെ വ്യക്തമായി മനസ്സിലാക്കി വളരുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഞാൻ ജനിച്ചു വളർത്തപ്പെട്ടത്. അങ്ങനെയുള്ള കുടുംബങ്ങളെ ജോയിന്റ് ഫാമിലി സിസ്റ്റം എന്നാണ് നമ്മുടെ സമൂഹത്തിൽ അല്ലെങ്കിൽ സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാര് വിവക്ഷിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിവുള്ളതാണത്. എന്റെയോ എന്നേക്കാൾ ഉപരിയോ പ്രായമുള്ള ആളുകൾക്ക് തീർച്ചയായും അത് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു കാര്യമാണ്. എന്നാൽ ആ കാലഘട്ടം പോയി മറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തെക്കുറിച്ച് നമ്മുടെ സമൂഹത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ ഈ ന്യൂക്ലിയർ ഫാമിലി അല്ലെങ്കിൽ തന്മാത്ര കുടുംബങ്ങൾ, അപ്പനും അമ്മയും അവർക്ക് കഷ്ടിച്ച് 1 2 കുഞ്ഞുങ്ങൾ ഉണ്ടെങ്കിൽ അവരും മാത്രമായി പാർക്കുന്ന ചെറിയ ഭവനങ്ങളായി നമ്മുടെ ഭവനങ്ങൾ രൂപാന്തരപ്പെട്ടിരിക്കുന്നു. എന്നാൽ നമ്മുടെ സമൂഹത്തില് വ്യാപകമായിട്ടില്ലെങ്കിലും ഇപ്പോൾ നമ്മുടെ സമൂഹത്തിലും അത് ഉണ്ടാകുന്നു എന്ന് വേദനയോടുകൂടെ പറയേണ്ടി വരുന്നൊരു കാര്യം.